ഗൈസ് നമുക്ക് വീട്ടിൽ പോയാലോ? ഇതും കുറേ ദിവസത്തേക്കൊന്നല്ല കേട്ടോ, 2 ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് വരാം. ഞങ്ങൾക്ക് നോർത്ത് നടുവിട്ടേനി, ഞങ്ങളാണ് നോർത്ത് വരെ അങ്ങ് നടന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സ്റ്റാമിന കൊണ്ട് ഞങ്ങൾ വലിയ കാര്യമെല്ലാം നടന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്ക് വിയർത്ത് കുളിച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് കാര്യമായിട്ടൊന്നും തിന്നാത്തതുകൊണ്ട് ഞങ്ങൾ ലിറ്റിൽ ഹേർട്സ് ലേസ് എല്ലാം വിട്ട് ഒതുക്കി. ഞാനും അഭയം ഉണ്ട് കേട്ടോ പോകാനെന്ന്. പിന്നെ ഇതെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് വരുന്നവരെ സമയങ്ങളിൽ വെച്ച് തിന്നുന്ന. അപ്പോൾ ഗൈസ് വിവേകേട്ടൻ്റെ പുതിയ ഷർട്ടാട്ടോ ഇത്. കണ്ട വീഡിയോ എടുക്കുമ്പോൾ കുരിപ്പ് ഷോ കാണിക്കുന്നുണ്ട് പുതിയ ഷർട്ട് ഇട്ട് തന്നെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്ക് നമ്മൾ ട്രെയിൻ വന്നപ്പം വലിയ തിരക്കില്ല ഗൈസ്. ഞങ്ങൾ വേഗം ഓടിച്ചാടി സീറ്റിലെല്ലാം കയറിയിരുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് എണീറ്റ് അങ്ങനെ ഉറങ്ങി കഴിയുമ്പോഴേക്കല്ല ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. രാവിലെ നാട്ടിലെത്തി നേരെ പോയി ബസ് കയറി. അപ്പം ഞാൻ നാട്ടിലെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടുത്തെ ഉത്സവം കഴിയുന്നതിൻ്റെ പിറ്റേന്നാട്ടോ ഞാൻ എത്തുന്നത്. ആൻഡ് ഗൈസ് ഇപ്പം ഞാൻ നാടെല്ലാം ഒന്ന് മിസ് ചെയ്യുന്നത്. ആ പരിപാടിക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു മിസ്സിങ്, അത് എനിക്കെന്തോ അങ്ങനെ മിസ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക്